തപാൽ വോട്ട് തിരുത്തിയെന്ന് ജി സുധാകരന്റെ പരാമർശം ഗുരുതരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുധാകരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ മൊഴിയെടുത്തു. തഹസിൽദാർ കളക്ടർമാർക്ക് റിപ്പോർട്ട് നൽകും. നടപടിയിൽ ഭയമില്ലെന്ന് സുധാകരൻ. ഹൈക്കമാൻഡ് താക്കീത് ചെയ്തുവെന്ന വാർത്ത നിഷേധിച്ച് ശശി തരൂർ. വാർത്ത അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ, വാക്കാലോ രേഖാമൂലമോ ഒരു താക്കീതും അറിയിച്ചിട്ടില്ല. തന്റെ പ്രസ്താവനകൾ മാത്രം വിവാദമാകുന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നും തരൂർ. പുൽവാമയിൽ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. ഓപ്പറേഷൻ നാദർ പുരോഗമിക്കുന്നതിനായി സൈന്യം. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അത്തരമൊരു രാജ്യത്ത് ആണവായുധങ്ങൾ സുരക്ഷിതമല്ലെന്നും മന്ത്രി. പരാമർശം കശ്മീരിൽ സൈനികരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ. മലപ്പുറം കാളിക്കാവിൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളി കൊന്നത് കടുവയെന്ന് നാട്ടുകാർ. കല്ലാമൂല സ്വദേശി ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് RRTയുടെ പരിശോധനയിൽ. പ്രദേശത്ത് കണ്ണുകെട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് ചോദ്യം. ഭരണഘടനാ വ്യാഖ്യാനങ്ങൾക്കുള്ള വിഷയങ്ങൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് അല്ലേ പരിഗണിക്കേണ്ടതെന്നും ദ്രൗപദി മുർമു. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കേസ് മുതിർന്ന CISF ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. തുടർ നടപടി അന്തിമ റിപ്പോർട്ടിന് ശേഷം. കൊലപാതകം വാഹനത്തിൽ സൈഡ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. കൊല്ലപ്പെട്ടത് തുറവൂർ സ്വദേശി ഐവിൻ ജിജോ. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നോട് ആലോചിക്കാതെ എന്ന കെ സുധാകരന്റെ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി അറിയിച്ച ദേശീയ നേതൃത്വം. സുധാകരന്റെ പ്രതികരണം സ്വകാര്യ മാധ്യമത്തോട്. പരസ്യ പ്രതികരണം ശരിയായില്ലെന്ന് AICC നേതൃത്വം. AICC സെക്രട്ടറിയുടെ പ്രവർത്തനത്തെ വിമർശിച്ച കെ സുധാകരൻ, സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് ശരിയായതായിരുന്നില്ല. നേതൃത്വത്തിൽ നിന്ന് തനിക്ക് സംരക്ഷണം കിട്ടിയില്ലെന്നും സുധാകരൻ. സുധാകരൻ വിഷയത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് രമേശ് ചെന്നിത്തല. ഇത് പാർട്ടി ഒറ്റക്കെട്ടായി പോവേണ്ട സമയം. പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒന്നിലും പ്രതികരിക്കില്ലെന്നും ചെന്നിത്തല. ഞാൻ പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. സുധാകരന്റെ പ്രസ്താവനയെ തെറ്റായി കാണേണ്ടതില്ലെന്ന് കെ മുരളീധരൻ. സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ, അത് അച്ചടക്ക ലംഘനമായി കാണാൻ ആവില്ലെന്ന് മുരളീധരൻ. അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞതല്ലാതെ അതിന് അത്ര വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിനകത്ത്. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നയവാക്കുക, ആ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസം. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടി തുടരും. ഹാരിസ് ബീരാൻ ദേശീയ സെക്രട്ടറിയാകും. ദേശീയ കമ്മിറ്റിയിൽ ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾ. കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസാഫറും കമ്മിറ്റിയിൽ. വയനാട് മേപ്പാടിയിൽ ടെന്റ് തകർന്നു വീണ് വിനോദസഞ്ചാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മ. 1000 വെഞ്ചേഴ്സ് എന്ന റിസോർട്ട് നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അപകട കാരണം ഇന്നലെ പെയ്ത മഴയെന്ന റിസോർട്ട് മാനേജർ. അപകടത്തിന് പിന്നാലെ റിസോർട്ട് അടപ്പിച്ചു.